വെൽക്കം ടു സുവോളജി ക്ലാസ്. നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ബയോ മോളിക്യൂൾസ്. ബയോ മോളിക്യൂൾസ് എന്താണ് നമ്മൾ ബയോ മോളിക്യൂൾസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? വാട്ട് ഡു വി മീൻ ബൈ ബയോ മോളിക്യൂൾസ്? Molecules which are seen in a living body. Important molecules that are seen in a living body. ഒരു ജീവശരീരത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മോളിക്യൂൾസിനെ കുറിച്ച്, തന്മാത്രകളെ കുറിച്ച് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ജീവശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. The living body is made up of cells. സെൽസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മളൊരു സെൽസിന്റെ ഘടന മനസ്സിലാക്കി, സെൽസിന്റെ കോമ്പോസിഷൻ നമ്മൾ മോളിക്കുലാർ ലെവലിൽ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും സെൽ ഈസ് മേഡ് അപ്പ് ഓഫ് thousands of molecules. പലതരത്തിലുള്ള തന്മാത്രകൾ കൊണ്ടാണ് കോശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഫങ്ഷൻ ചെയ്യുന്നത് ധാരാളം മോളിക്യൂൾസിന്റെ സഹായത്താലാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ചില നമ്മുടെ ശരീരത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ചില മോളിക്യൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒരു ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ഒരു ജൈവ ശരീരം കെമിക്കൽ അനാലിസിസിന് വിധേയമാക്കിയാൽ, സപ്പോസ് വി ആർ സബ്ജക്റ്റിംഗ് the body, living body, or a portion of a living body to chemical analysis, we can understand that the body is made up of different types of elements. അപ്പോൾ അങ്ങനെ കെമിക്കൽ അനാലിസിസിന് വിധേയമായി കഴിയുമ്പോൾ, ഇപ്പോൾ അത് എന്തുമായിക്കോട്ടെ, ഒരു പ്ലാന്റ് ബോഡി ആയിക്കോട്ടെ, ഒരു പ്ലാന്റ് ഒരു ലീഫ് ആയിക്കോട്ടെ, ഒരു സ്റ്റെം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ആനിമൽ ബോഡിയുടെ ഒരു ഭാഗമായിക്കോട്ടെ, അപ്പൊ അതിനെ കെമിക്കൽ അനാലിസിസിന് വിധേയമാക്കാൻ സാധിക്കും. ആ ബോഡി എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കെമിക്കൽ അനാലിസിസിന് വിധേയമാക്കി കഴിയുമ്പോൾ നമുക്ക് കുറെ എലമെന്റ്സിന്റെ ഒരു ലിസ്റ്റ് കിട്ടും. വി ക്യാൻ ലിസ്റ്റ് സോ മെനി എലമെന്റ്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ലിവിംഗ് ബോഡി, ലൈക്ക് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, മഗ്നീഷ്യം, ഇങ്ങനെ ഒരുപാട് എലമെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. രസകരമായ ഒരു വസ്തുത, ഇതേ കെമിക്കൽ അനാലിസിസ് നമ്മൾ മണ്ണിൽ നടത്തിയാൽ, കുറച്ച് മണ്ണെടുത്ത് അതിന്റെ കെമിക്കൽ അനാലിസിസ് നമ്മൾ നടത്തിയാലും ഇതേ മൂലകങ്ങൾ, ഇതേ എലമെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. A table showing the presence of different types of elements in a living body, or say for example human body, or in the soil. അപ്പോൾ മണ്ണിൽ കാണപ്പെടുന്ന എലമെന്റ്സും ഒരു ജീവനുള്ള ശരീരത്തിൽ കാണപ്പെടുന്ന എലമെന്റ്സും ഏകദേശം ഒന്ന് തന്നെയാണെന്ന് ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ കാർബൺ ജീവനുള്ള ശരീരത്തിലുണ്ട്, മണ്ണിലുണ്ട്. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ എല്ലാം മണ്ണിൽ കാണപ്പെടുന്നു, അത് ജീവിയുടെ ശരീരത്തിലും കാണപ്പെടുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ
നമ്മൾ പറയില്ലേ, മനുഷ്യൻ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന ഒരു ചൊല്ലുണ്ടല്ലോ, നമ്മളത് കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണല്ലോ അല്ലേ? നമ്മൾ കിട്ടുന്നെല്ലാം മണ്ണിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു ജീവിക്ക് നിലനിൽക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട ഭക്ഷണം അത് മണ്ണിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ മണ്ണിലേക്ക് തന്നെയാണ് ഇതെല്ലാം തിരിച്ചു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും മണ്ണിൽ കാണപ്പെടുന്ന എല്ലാ മൂലകങ്ങളും ഒരു ജീവിയുടെ ശരീരത്തിലും കാണപ്പെടും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്നാൽ ചില ഏറ്റക്കുറച്ചിലുണ്ടാവും. As you can see in the table, there is some differences. There are certain differences in the amount of these elements present in the soil and in a living body, especially in the case of certain elements like carbon, hydrogen and oxygen. ഇപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവയുടെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ we can see that they are present more in amount in a living body than in the soil. രണ്ടിലുമുണ്ട്, പക്ഷേ എമൗണ്ട് ലിവിങ് ബോഡിയിൽ കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, മറ്റ് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. എമൗണ്ടിൽ ചെറിയ ഏറ്റക്കുറച്ചിൽ എല്ലാ മൂലകങ്ങൾക്കും ചിലപ്പോൾ കാണാം. പക്ഷെ എല്ലാ മൂലകങ്ങളും മണ്ണിലുണ്ടെങ്കിൽ അത് മണ്ണിലുള്ളതെല്ലാം ഒരു ജീവശരീരത്തിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം ഈ മോളിക്യൂൾസ് രണ്ട് തരത്തിലുണ്ട്. നമ്മുടെ ജൈവശരീരത്തിൽ, ഒരു ജീവശരീരത്തിൽ കാണപ്പെടുന്ന മോളിക്യൂൾസ് രണ്ട് തരത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള ബയോ മോളിക്യൂൾസ് നമുക്ക് നോക്കാം. One is bioorganic molecules. Bioorganic molecules and bioinorganic molecules. Bioinorganic molecules. അപ്പോൾ രണ്ട് തരത്തിലുള്ള molecules can be seen in a living body. Bioorganic molecules and bioinorganic molecules. എന്താണ് ഓർഗാനിക് മോളിക്യൂൾ, എന്താണ് ഇനോർഗാനിക് മോളിക്യൂൾ, തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ കെമിസ്ട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓർഗാനിക് മോളിക്യൂൾസിനെ, ചില മോളിക്യൂൾസിനെ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് വിളിക്കാനുള്ള കാരണം, പണ്ട് കുറെ വർഷങ്ങൾക്ക് മുൻപ് കെമിസ്ട്രിയുടെ ഒക്കെ തുടക്കത്തിൽ അന്നത്തെ സയന്റിസ്റ്റ് അവർ വിശ്വസിച്ചിരുന്നത് ഓർഗാനിക് മോളിക്യൂൾസ് ജൈവശരീരത്തിൽ മാത്രമേ കാണൂ, ജൈവശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ജൈവശരീരത്തിൽ മാത്രം കാണുന്നതുമായ മോളിക്യൂൾസ് ആണ് ഓർഗാനിക് മോളിക്യൂൾസ് എന്നും, ഇനോർഗാനിക് മോളിക്യൂൾസ് ജൈവശരീരത്തിന് വെളിയിലും കാണപ്പെടുന്നവയെ ഇനോർഗാനിക് മോളിക്യൂൾസ് എന്നും അവർ വിശ്വസിച്ചു. അപ്പൊ അങ്ങനെ ഓർഗാനിസത്തിൽ കാണുന്ന മോളിക്യൂൾസ് എന്ന രീതിയിലാണ് ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പേര് കൊടുത്തത്. എന്നാൽ പിന്നീട് ശാസ്ത്രം തെളിയിച്ചു, പിന്നീട് മനസ്സിലായി ഈ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് നമ്മൾ വിളിക്കുന്ന മോളിക്യൂൾസ് ജൈവശരീരത്തിൽ മാത്രമല്ല, അവ ജീവശരീരത്തിന് വെളിയിലും അവയെ ഉണ്ടാക്കാൻ സാധിക്കും. They can be synthesized or they can be prepared outside the body also. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിന് അർത്ഥമില്ല. എങ്കിലും അവയെ ഇപ്പോഴും ഓർഗാനിക് മോളിക്യൂൾസ് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു. അവ ജീവനുള്ള ശരീരത്തിൽ കാണുന്നു, അല്ലെങ്കിൽ ഒരു ജൈവ ശരീരത്തിൽ കാണുന്നു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ജൈവ ശരീരത്തിന് വെളിയിലും അവയെ നിർമ്മിക്കാനും ഒക്കെ സാധിക്കും. ഓക്കെ, ഇനോർഗാനിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ജൈവശരീരത്തിന് വെളിയിലും കാണപ്പെടുന്ന എന്നാണ് അതിനർത്ഥം. ജൈവശരീരത്തിലും കാണും, ശരീരത്തിന് വെളിയിലും കാണപ്പെടും. എന്നാൽ ശരിക്കും ഓർഗാനിക് മോളിക്യൂൾസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് എന്നാണ്. എല്ലാ ഓർഗാനിക് മോളിക്യൂൾസിലും കാർബൺ ഒരു അവിഭാജ്യ ഘടകമായിരിക്കും. സോ ദേ ആർ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്, കാർബൺ കണ്ടെയ്നിങ് മോളിക്യൂൾസ്. ഇപ്പൊ എല്ലാത്തിലും കാർബൺ ഉണ്ടാകും.
ഇനോർഗാനിക് മോളിക്യൂൾസിൽ അപ്പോൾ കാർബൺ ഇല്ല എന്നാണ് അർത്ഥം? അല്ല, കാർബൺ ഉള്ളതുണ്ട്, കാർബൺ ഇല്ലാത്തതുണ്ട്. അപ്പോൾ കാർബൺ ഉള്ളതുണ്ടാവാം, കാർബൺ ഇല്ലാത്തതും ഉണ്ടാവാം. ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഇനോർഗാനിക് മോളിക്യൂളാണ്, അതിൽ കാർബൺ ഉണ്ടല്ലോ, എന്നാൽ കാർബൺ ഇല്ലാത്തതുണ്ട്. പക്ഷേ ഓർഗാനിക് മോളിക്യൂൾസ് അങ്ങനെയല്ല. ഓർഗാനിക് മോളിക്യൂൾസിൽ കാർബൺ നിർബന്ധമായിട്ടും ഉണ്ടാകും. അപ്പൊ ഇതാണ് ഓർഗാനിക് മോളിക്യൂൾസും ഇനോർഗാനിക് മോളിക്യൂൾസും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി ഓർഗാനിക് മോളിക്യൂൾസിനെ, ബയോ ഓർഗാനിക് മോളിക്യൂൾസിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. മൈക്രോ മോളിക്യൂൾസ് ആൻഡ് macromolecules. Biomicromolecules and macromolecules. Micro means small. അതായത് ചെറിയ മോളിക്യൂൾസിനെയാണ് നമ്മൾ മൈക്രോ മോളിക്യൂൾസ്, വലിയ മോളിക്യൂൾസിനെ മാക്രോ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ ചെറുതും വലുതും? മോളിക്കുലർ വെയിറ്റ് ബിലോ 1000 ഡാൾട്ടൺ ആണെങ്കിൽ, നമ്മൾ അതിനെ മൈക്രോ മോളിക്യൂൾസ് എന്നാണ് വിളിക്കുക. എബോവ് 1000 ഡാൾട്ടൺ ആണ് എങ്കിൽ ആ മോളിക്യൂൾസിനെ നമ്മൾ മാക്രോ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നു. അപ്പൊ താരതമ്യേന ചെറിയ മോളിക്യൂൾസ് ആണ് മൈക്രോ മോളിക്യൂൾസ്, വലിയ മോളിക്യൂൾസ് നമ്മൾ മാക്രോ മോളിക്യൂൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു സിമ്പിൾ കെമിക്കൽ അനാലിസിസ് വഴി അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടെസ്റ്റ് വഴി മാക്രോ മോളിക്യൂൾസിനെയും മൈക്രോ മോളിക്യൂൾസിനെയും നമുക്ക് ഒരു ഓർഗാനിക് മാറ്ററിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. കെമിസ്ട്രിയിൽ ധാരാളം സെപ്പറേഷൻ ടെക്നിക്സ് ഉണ്ട്. വളരെ സിമ്പിളായി ഒരു സിമ്പിൾ എക്സ്പെരിമെന്റിൽ കൂടി നമുക്ക് മൈക്രോ മോളിക്യൂൾസിനെയും മാക്രോ മോളിക്യൂൾ ഒരു ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ഒരു ജൈവ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്ററിനെയും മൈക്രോ മോളിക്യൂൾസിനെയും മാക്രോ മോളിക്യൂൾസിനെയും നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ സെപ്പറേഷൻ ഓഫ് മാക്രോ മോളിക്യൂൾസ് ആൻഡ് മൈക്രോ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ എ ലിവിംഗ് ബോഡി ഓർ ഓർഗാനിക് മാറ്റർ. അതെന്താണ് നമുക്ക് നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു ഒരു ഓർഗാനിക് മാറ്റർ എടുക്കുക. ലീഫ്, ഒരു പ്ലാന്റിന്റെ പാർട്ടാവാം, ഒരു വേരാകാം, ഒരു ലീഫാവാം, ഒരു പ്ലാന്റ് അങ്ങനെ തന്നെ ആവാം, അല്ലെങ്കിൽ ആനിമൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമാകാം, ഒരു മാംസകഷ്ണമാകാം, അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിനെ നമ്മളൊരു പേസ്റ്റ് ആക്കി മാറ്റുന്നു. പേസ്റ്റ് ആക്കുന്നത് അതിനുവേണ്ടി നമ്മൾ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽ എന്ന് വിളിക്കുന്ന ഒരു ഉപകരണമാണ് അതിനുവേണ്ടി ഉപയോഗിക്കുക. മോർട്ടാർ ആൻഡ് പെസ്റ്റിന്റെ പടമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് അരയ്ക്കാനും പൊടിക്കാനും ഒക്കെ കെമിസ്ട്രി ലാബിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പൊതുവെ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മോർട്ടർ ആൻഡ് പെസ്റ്റ്. അതിന്റെ പടം നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, അപ്പൊ ഈ മോർട്ടർ ആൻഡ് പെസ്റ്റിൽ ഉപയോഗിച്ച് ഓർഗാനിക് മാറ്ററിനെ നന്നായി അരയ്ക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓർ ബൈ ആഡിങ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് Cl3CCOOH. That is trichloroacetic acid. So trichloroacetic acid ഉപയോഗിച്ച് നമ്മൾ ജൈവ ഭാഗത്തെ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് മാറ്ററിനെ നമ്മൾ മോർട്ടർ ആൻഡ് പെസ്റ്റിൽ ഉപയോഗിച്ച് അരച്ച് ഒരു സ്ലറി ആക്കി മാറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ലറി കിട്ടും. വളരെ ലൂസ് ആയിട്ടുള്ള
ഒരു പേസ്റ്റ്, നമ്മൾ സ്ലറി എന്ന് വിളിക്കാം, ഒരു സ്ലറി കിട്ടുന്നു. ഇനി ഈ സ്ലറിയെ ഒരു ചീസ് ക്ലോത്തോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തോ ഉപയോഗിച്ച് അതിനെ ഫിൽറ്റർ ചെയ്യും. അങ്ങനെ ഫിൽറ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡയഗ്രത്തിൽ കാണാം എങ്ങനെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഡയഗ്രത്തിൽ കാണാം. അങ്ങനെ ഫിൽറ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം, സാധാരണ നമ്മൾ വീടുകളിൽ ഒരു ഫിൽട്രേഷൻ നടത്താറുണ്ടല്ലോ. നമ്മുടെ വീടുകളിലൊക്കെ ഒരു ഫിൽട്രേഷൻ നടത്താറുണ്ടല്ലോ ഡെയിലി, അല്ലേ? 2-3 പ്രാവശ്യം നമ്മൾ ഈ ഫിൽട്രേഷൻ നടത്താറുണ്ട്. എന്താണിത്? ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചായ അരിപ്പയിലൊഴിച്ച് അതിൻ്റെ ചായ വേറെ, അല്ലേ, അതിൻ്റെ ചണ്ടി വേറെ ആക്കി മാറ്റുന്നില്ലേ? എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ഫിൽട്രേഷൻ നമ്മൾ നടത്തും. അപ്പോൾ ആ ഫിൽട്രേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് 2 ഭാഗങ്ങളിലാണ് കിട്ടുക. ഉദാഹരണത്തിന് ഈ ഒരു ബീക്കറിലാണ് ഈ ഫിൽട്രേഷൻ നടത്തുന്നതെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നമ്മളിവിടെ ഫിൽട്രേഷൻ നടത്തുകയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഫിൽട്രേഷൻ ഇതിലേക്ക് ആ സ്ലറി നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുക. ആ ചീസ് ക്ലോത്തിൽ കൂടി അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തിൽ കൂടി ആ സ്ലറി നമ്മൾ ഒഴിക്കുമ്പോൾ in the vessel we can get a solution that is called filtrate. ഇതിനെ നമ്മൾ ഫിൽട്രേറ്റ് എന്ന് വിളിക്കുന്നു. That is called filtrate. എല്ലാം ഫിൽട്ടർ ചെയ്ത് താഴേക്ക് വരില്ല എന്ന് നമുക്കറിയാം. കുറച്ച് ഓർഗാനിക് മാറ്റർ ഇവിടെ തങ്ങി നിൽക്കും, ഈ കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ ചീസ് ക്ലോത്തിൽ തങ്ങി നിൽക്കും എന്ന് നമുക്കറിയാം, അല്ലേ? മലയാളത്തിൽ നമ്മൾ ചണ്ടി എന്നൊക്കെ വിളിക്കും. അതിനെ നമ്മൾ റീറ്റൻഡേറ്റ് എന്ന് വിളിക്കും. എന്നാണ് വിളിക്കുക. അപ്പൊ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് കിട്ടും. One is the filtrate that has passed through the cotton cloth or the filter, and the second part is the retendate that got trapped on the cheese cloth or the cotton cloth, which cannot come inside. കാരണം എന്താണ്? ഈ ഫിൽട്രേറ്റ് താഴേക്ക് വരാനുള്ള കാരണം എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് ചെറുതാണ്. അതുകൊണ്ട് ആ തുണിക്കിടയിൽ കൂടി അതിന് താഴേക്ക് വരാൻ സാധിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫിൽട്രേറ്റിൽ അടങ്ങിയിരിക്കുന്ന എന്തായിരിക്കും? ഏത് മോളിക്യൂൾസ് ആയിരിക്കും? മൈക്രോ മോളിക്യൂൾസ് ആയിരിക്കും. അത് അതിന്റെ സൈസ് ചെറുതായതുകൊണ്ടാണല്ലോ അത് ഫിൽട്ടർ ചെയ്ത് താഴേക്ക് വന്നത്. സോ ദിസ് ഫിൽട്രേറ്റ് കണ്ടെയ്ൻസ് മൈക്രോ മോളിക്യൂൾസ് ആൻഡ് ദ റീറ്റൻഡേറ്റ് അവിടെ തങ്ങി നിൽക്കാനുള്ള കാരണം അതിന്റെ സൈസ് കൂടുതലായതുകൊണ്ടാണ്, അതിന്റെ മോളിക്യൂൾസിന്റെ സൈസ് കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ അതിൽ മാക്രോ മോളിക്യൂൾസും ആയിരിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പോൾ ദ ഫിൽട്രേറ്റ് contains the micromolecules and the retendate contains macromolecules. അപ്പോൾ ഇങ്ങനെ മാക്രോമോളിക്യൂൾസിനെയും മൈക്രോമോളിക്യൂൾസിനെയും നമുക്ക് ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഫിൽട്രേറ്റിൽ ഏതൊക്കെ മൈക്രോമോളിക്യൂൾസ് ആണ് അടങ്ങിയിരിക്കുന്നത്, റീറ്റൻഡേറ്റ്സിൽ ഏതൊക്കെ മാക്രോമോളിക്യൂൾസ് ആണ് അടങ്ങിയിരിക്കുന്നത്, അത് എത്ര അളവിലുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് സാധിക്കില്ല. അതിന് ഹയർ ലെവൽ സെപ്പറേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ ഹയർ ലെവൽ അനലിറ്റിക്കൽ ടെക്നിക്സ് കാണും. അത് നമുക്കിവിടെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അത് കെമിസ്ട്രിയിലെ പല ടെക്നിക്സും ഉപയോഗിച്ചുകൊണ്ട്, അനലിറ്റിക്കൽ ടെക്നിക്സ് ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് ഫിൽട്രേറ്റിൽ ഏതൊക്കെ മൈക്രോമോളിക്യൂൾസ് എത്ര അളവിൽ അടങ്ങിയിരിക്കുന്നു, റീറ്റൻഡേറ്റിൽ ഏതൊക്കെ മാക്രോമോളിക്യൂൾസ് അടങ്ങിയിരിക്കുന്നത് എത്ര അളവിൽ അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ബയോ ഇനോർഗാനിക് മോളിക്യൂൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ബയോ ഓർഗാനിക് മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബയോ ഇനോർഗാനിക് മോളിക്യൂൾസിനെ നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? ഒരു ഓർഗാനിക് മാറ്ററിൽ നിന്നും, ജൈവ ശരീരത്തിൽ നിന്നും ഇനോർഗാനിക് മാറ്ററിനെ നമ്മൾ എങ്ങനെ കണ്ടെത്തും, എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും ഒരു സിമ്പിൾ ടെസ്റ്റാണ്, സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. ആദ്യം നമ്മൾ ഏത് ഓർഗാനിക് മാറ്റർ ആണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വെയിറ്റ് കാണും. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇലയാവാം, ഒരു സസ്യം അതുപോലെ ആവാം, അല്ലെങ്കിൽ ഒരു മാംസ കഷ്ണമാകാം,
ഏതെങ്കിലും ജീവിയുടെ ശരീരത്തിനെടുത്ത മാംസകഷ്ണമാകാം, ശരീരഭാഗമാകാം, അത് വായിക്കോട്ടെ. അതിൻ്റെ വെയിറ്റ് നമ്മൾ കാണുന്നു. നമ്മൾ ആ വെയിറ്റിനെ വെറ്റ് വെയിറ്റ് എന്നാണ് പറയുക. വെറ്റ് വെയിറ്റ്, വെറ്റ് വെയിറ്റ് എന്ന് വിളിക്കാം. വെറ്റ് വെയിറ്റ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന വെറ്റ് വെയിറ്റ്, ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ ഒരു മാംസകഷ്ണം, ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും എടുത്ത് നമ്മൾ തൂക്കി നോക്കി, അപ്പോൾ അതിൻ്റെ വെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 500 ഗ്രാം ആണെന്നിരിക്കട്ടെ. ഇതാണ് അതിൻ്റെ വെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിനുശേഷം നമ്മൾ ഈ ഓർഗാനിക് മാറ്ററിനെ ഡ്രൈ ചെയ്യും. വി അലോ ഇറ്റ് ടു ഡ്രൈ കംപ്ലീറ്റ്ലി. നമ്മൾ നന്നായിട്ട് അതിനെ ഉണക്കുന്നു, എന്നിട്ട് വീണ്ടും വെയ് ചെയ്യും. അതിനെ നമ്മൾ ഡ്രൈ വെയിറ്റ് എന്ന് വിളിക്കുന്നു. ഡ്രൈ വെയിറ്റ് എന്ന് വിളിക്കുന്നു. ഡ്രൈ വെയിറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം വെറ്റ് വെയിറ്റിനേക്കാൾ കുറവായിരിക്കും ഡ്രൈ വെയിറ്റ്, അല്ലേ? ഉണങ്ങി കഴിയുമ്പോൾ ഭാരം കുറയുമല്ലോ, ഡ്രൈ ആയി മാറുമ്പോൾ. അപ്പോൾ അതിനെ നമ്മൾ ഡ്രൈ വെയിറ്റ് എന്ന് വിളിക്കും. അത് ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇറ്റ് ഈസ് 100 ഗ്രാംസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ബാക്കി 400 ഗ്രാം എവിടെ പോയി? എന്തായിരുന്നു അപ്പോൾ? അത് വെള്ളമായിരുന്നു, അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെ ജൈവ മാറ്റം ഉണ്ടാകുന്ന വെള്ളം മുഴുവൻ എന്ത് ചെയ്തു? ഇവാപ്പറേറ്റ് ചെയ്ത് പോയി. കഴിഞ്ഞ് കിട്ടുന്നതാണ് ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് ഇറ്റ് ഈസ് 100 ഗ്രാംസ്. ഇനി ഈ ഡ്രൈ വെയിറ്റിനെ നമ്മൾ ബേൺ ചെയ്യും. ദ ഡ്രൈ വെയിറ്റ് ഈസ് സബ്ജക്റ്റ് ടു കമ്പസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യും. ബേൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? ബേൺ ചെയ്യുമ്പോൾ കാർബൺ, അതായത് ആ ജൈവ മാറ്ററിലുള്ള അല്ല ഓർഗാനിക് മാറ്ററിലുള്ള കാർബൺ, നമുക്കറിയാം എല്ലാ ഓർഗാനിക് മാറ്ററിലും ഓർഗാനിക് മോളിക്യൂൾസിലും കാർബൺ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓർഗാനിക് മോളിക്യൂൾസിലുള്ള കാർബൺ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുകയും, കത്തുമ്പോൾ അതാണ് സംഭവിക്കുക, ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് കാർബൺ എന്തായിട്ട് മാറും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. കാർബൺ ഡൈ ഗ്യാസ് ആണ്, അത് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ കാർബൺ മുഴുവൻ പോയി. കാർബൺ പോയി കഴിഞ്ഞാൽ അതുപോലെ വെള്ളം, ഇനി എന്തെങ്കിലും വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് നീരാവിയായി പോകും. ഓക്കെ, ബാക്കി കിട്ടുന്നതിനെ നമ്മൾ ആഷ് എന്നാണ് വിളിക്കുക. ചാരം, നമ്മൾ ആഷ് എന്ന് വിളിക്കുക. ചാരം കത്തുമ്പോൾ ചാരം ഉണ്ടാകും നമുക്കറിയാം. ആഷ് എന്നാണ് വിളിക്കുക. ഈ ചാരത്തിൽ എന്ത് മാത്രമേ ഉണ്ടാവൂ? ഇനോർഗാനിക് സബ്സ്റ്റൻസ് മാത്രമേ ഉണ്ടാവൂ. അവിടെ ഓർഗാനിക് സബ്സ്റ്റൻസിന് ഉണ്ടാവില്ല. എന്താണ് ഓർഗാനിക് സബ്സ്റ്റൻസ് ഉണ്ടാവില്ല എന്ന് പറയാനുള്ള കാരണം? കാരണം കത്തിയ സമയത്ത് കാർബൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓർഗാനിക് മോളിക്യൂൾസിന്റെ അവിഭാജ്യ ഘടകമാണ് കാർബൺ. അപ്പൊ കാർബൺ ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പോയി. കാർബൺ മുഴുവൻ തീർന്നു കഴിഞ്ഞു. അപ്പൊ കാർബൺ ഇല്ലാതെ ഓർഗാനിക് മോളിക്യൂൾസ് ഇല്ല, അത് വിഘടിക്കും. അത് ഓർഗാനിക് മോളിക്യൂൾ വിഘടിച്ച് അത് ഇനോർഗാനിക് കോമ്പോണൻസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആഷ് എന്നുള്ളത്. ഇപ്പോൾ ആഷിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇനോർഗാനിക് മോളിക്യൂൾസ് മാത്രമേ ഉണ്ടാവും, അല്ലെങ്കിൽ ഇനോർഗാനിക് ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ അതിൽ കാണൂ. ഉദാഹരണത്തിന് അതിൽ ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം ഇങ്ങനെയുള്ള എലമെന്റ്സ് മാത്രമായിരിക്കും ഈ ആഷിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇനോർഗാനിക് എലമെന്റ്സിനെ, ഇനോർഗാനിക് മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ഓർഗാനിക് മാറ്ററിൽ നിന്നും ഇനോർഗാനിക് മാറ്ററിനെ സെപ്പറേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് മൈക്രോ മോളിക്യൂൾസ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പോകുന്നത് മൈക്രോ മോളിക്യൂൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. But let us see what are the important micromolecules in our body. Micromolecules whose molecular weight is below 1000 Dalton. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഓർഗാനിക് മൈക്രോമോളിക്യൂൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മൈക്രോമോളിക്യൂൾസ് ഈസ് അമിനോ ആസിഡ്. അമിനോ ആസിഡ്.
നിങ്ങൾ അമിനോ ആസിഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡുകൾ കൊണ്ടാണ്. There are 20 amino acids. 20 amino acids which are protein forming amino acid. അപ്പോൾ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന അമിനോ ആസിഡ് അല്ലാത്ത അമിനോ ആസിഡുകൾ വേറെയും ധാരാളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. പക്ഷേ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന അമിനോ ആസിഡുകൾ 20 എണ്ണമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. 20 different types of amino acids are there in our body which make proteins, or amino acids are the building blocks or the units of protein. Okay. ഈ 20 അമിനോ ആസിഡ്സിൽ 9 അമിനോ ആസിഡ്സിനെ നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നാണ് വിളിക്കുക. എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. They are called essential amino acids. All amino acids are essential. അതിന് സംശയമൊന്നുമില്ല. എല്ലാ അമിനോ ആസിഡും വളരെ അത്യാവശ്യമുള്ള അമിനോ ആസിഡ് തന്നെ. പക്ഷെ 9 എണ്ണത്തിനെ നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നും ബാക്കി വരുന്ന 11 എണ്ണത്തിന് നമ്മൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നുമാണ് പറയുക. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയും. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ലാതെ ആവശ്യമില്ല എന്ന അർത്ഥത്തിലല്ല പറയുക. ദേ ആർ ഓൾസോ എസെൻഷ്യൽ. പക്ഷെ ഇത് നമ്മൾ പറയുന്നത് ഈ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിൽ കൂടി കിട്ടിയില്ലെങ്കിലും, ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് എന്താണ്? ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പോൾ ഈ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്, ഈവൻ ദോ ദേ ആർ നോട്ട് പ്രൊവൈഡഡ് ത്രൂ അവർ ഫുഡ്, ദേ ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി ബൈ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, മെറ്റബോളിക് റിയാക്ഷൻസ്. അപ്പോൾ മെറ്റബോളിക് റിയാക്ഷൻ വഴി ഈ അമിനോ ആസിഡിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, നമ്മുടെ ശരീരത്തിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും, കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, അതുകൊണ്ട് അവ ഫുഡിൽ കൂടി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് വിളിക്കും. The remaining 9 amino acids are essential amino acids which cannot be synthesized in our body, and so they are to be supplemented essentially through the food. അത് ഭക്ഷണത്തിൽ കൂടി നിർബന്ധമായും കിട്ടിയേ പറ്റും. അപ്പോൾ അവയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, so these are the two categories of amino acids. ഓക്കെ, നൗ നമുക്ക് അതിന്റെ കെമിക്കൽ സ്ട്രക്ചറിലേക്ക് കിടക്കാം. എന്താണ് ഒരു അമിനോ ആസിഡ് എന്ന് നമുക്ക് അതിന്റെ കെമിക്കൽ സ്ട്രക്ചറിലേക്ക് കിടക്കാം. അമിനോ ആസിഡ് നമ്മൾ പറയുക സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥൈൻ എന്നാണ് വിളിക്കുക. They are substituted methane. എന്താണ് മീഥൈൻ എന്നൊക്കെ നിങ്ങൾക്കറിയാം. മീഥൈൻ എന്താണ്? മീഥൈൻ ഈസ് CH4 അല്ലേ? അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ എഴുതുമ്പോൾ CHHHH ഇങ്ങനെയാണ് നമ്മൾ മീഥൈൻ എഴുതുക. മീഥൈൻ ഈസ് CH4 and carbon has 4 valencies, and these 4 valencies are satisfied by the 4 hydrogen atoms by covalent bond. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് മീഥൈൻ. നമ്മൾ അമിനോ ആസിഡിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥൈൻ എന്ന് പറയുമ്പോൾ ഈ മീഥൈൻ്റെ 4 ഹൈഡ്രജൻ ആറ്റത്തിൽ 3 ഹൈഡ്രജൻ ആറ്റവും മറ്റു ചില മോളിക്യൂൾസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഈ കാർബൺ ആറ്റത്തെ നമ്മൾ ആൽഫ കാർബൺ ആറ്റം എന്നാണ് വിളിക്കുക. ആൽഫ കാർബൺ ആറ്റം എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റം, സോ ദിസ് ഹൈഡ്രജൻ ആറ്റം ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് an amino group NH2. What is amino group? Amino group is NH2 group, and that is a functional group. നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. Different types of functional groups are there, and these functional groups determine the chemical property of a molecule. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കാര്യം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അമിനോ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. NH2 ഗ്രൂപ്പിന് അമിനോ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. ഇറ്റ്സ് എ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ അമിനോ ഗ്രൂപ്പ് എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് കൊണ്ട് ഒരു ഹൈഡ്രജൻ ആറ്റം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഹൈഡ്രജന്റെ സ്ഥാനത്ത് അമിനോ ഗ്രൂപ്പ് വന്നിരിക്കുന്നു. ഇനി ഇവിടെ ഈ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു കാർബോക്സിലിക് ഗ്രൂപ്പാണ്, COOH. ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. നമ്മളതിനെ കാർബോക്സിലിക് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. കാർബോക്സിലിക്
functional group എന്ന് വിളിക്കും. So one hydrogen atom is substituted by amino group, that is a functional group, and the other hydrogen atom is substituted by carboxylic group, that is COH, and the other hydrogen atom is substituted by an R group. ഇവിടെ R ഒരു സിമ്പിൾ ആണ്. R എന്ന് ഉദ്ദേശിക്കുന്നത് that can be anything. R എന്ന് പറയുന്നത് അതൊരു R represents a variety of chemical groups that may be attached to the alpha carbon atom. അപ്പോൾ അതൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഇപ്പം ചിലതിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദി ആർ ഈസ് എ വേരിയിങ് ചെയിൻ ഓഫ് മോളിക്യൂൾ, വേരിയിങ് ചെയിൻ ഓഫ് കെമിക്കൽ ഗ്രൂപ്പ്സ്. അത് ഓരോ അമിനോ ആസിഡിലും അത് വ്യത്യസ്തമായിരിക്കും. ഓരോ അമിനോ ആസിഡിലും ഈ ആർ ഗ്രൂപ്പ് വ്യത്യസ്തമായിരിക്കും. അത് വ്യത്യസ്തമായതുകൊണ്ട് ഒരു കോമൺ ആയിട്ട് ആർ എന്ന് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇറ്റ്സ് എ സൈഡ് ചെയിൻ. ഒരു സൈഡ് ചെയിൻ, ഒരു ചെയിൻ ആയിട്ട് പോകുന്നതാണ്. ചിലതിൽ ചെറിയതായിരിക്കും, ചിലതിൽ വളരെ നീളം കൂടിയ ചെയിൻ ആയിരിക്കും. ഡിഫറെന്റ് അമിനോ ആസിഡ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 3 ആർ ഗ്രൂപ്പിൽ വ്യത്യസ്തമുള്ള 3 അമിനോ ആസിഡിന്റെ പേര് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചിലതില് ഉദാഹരണത്തിന് ഈ ആർ ഗ്രൂപ്പ് ഹൈഡ്രജൻ ആയിരിക്കാം, ചില സ്ഥലത്ത് സിംപിളി ഹൈഡ്രജൻ ആയിരിക്കും. ആർ എന്ന് പറയുന്നത് സിംപിളി ഹൈഡ്രജൻ മാത്രമേ ഉണ്ടാവും, ഒരു ഹൈഡ്രജൻ ആറ്റം മാത്രമേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ അമിനോ ആസിഡ്, ഇതൊരു അമിനോ ആസിഡാണ്. ഈ അമിനോ ആസിഡ് നമ്മൾ ഗ്ലൈസിൻ എന്നാണ് വിളിക്കുന്നത്. ദിസ് ഈസ് ഗ്ലൈസിൻ. ആ അമിനോ ആസിഡിന്റെ പേരാണ് ഗ്ലൈസിൻ. അപ്പൊ ഗ്ലൈസിൻ ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിംപ്ലസ്റ്റ് കെമിക്കൽ സ്ട്രക്ചർ ഉള്ള ഒരു അമിനോ ആസിഡ്. കാരണം അവിടെ ആർ ഗ്രൂപ്പിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ അമിനോ ആസിഡിലും ഇത്രയും ഭാഗം കോമൺ ആയിരിക്കും. NH2 ഉണ്ടാവും, COH ഉണ്ടാവും, ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. ഇതെല്ലായിടത്തും കോമൺ ആണ്. എല്ലാ അമിനോ ആസിഡിലും ഇത് കോമൺ ആണ്. അമിനോ ആസിഡുകൾ തമ്മിലുള്ള വ്യത്യാസം എവിടെ മാത്രമാണ് വരുന്നത്? ഈ ആർ ഗ്രൂപ്പിൽ മാത്രമാണ് വരുന്നത്. അത് ഇവിടെ ഗ്ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിൽ ഒരു H മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് എ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. ഓക്കെ, ഇനി മറ്റൊരു അമിനോ ആസിഡിൽ ഈ ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു മീഥൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ഒരു മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് CH3 ആയിരിക്കും. ഒരു മീഥൈൽ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ അങ്ങനെ മീഥൈൽ ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ, ആർ ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ആ അമിനോ ആസിഡ് നമ്മൾ അലാനേൻ എന്ന് വിളിക്കും. അതൊരു അമിനോ ആസിഡ്. അലാനേൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡ്, ആ അമിനോ ആസിഡ് ആയിരിക്കും. ഇനി ചിലപ്പോൾ ഈ വേറെ അമിനോ ആസിഡില് ഈ ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CH2OH എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. CH2OH ഇതൊരു മീഥൈൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. അപ്പൊ ഈ ഗ്രൂപ്പ് ആണ് എങ്കിൽ ആ അമിനോ ആസിഡ് നമ്മൾ സെറിൻ എന്ന് വിളിക്കും. സെറിൻ ഒരു അമിനോ ആസിഡിന്റെ പേരാണ് സെറിൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ആർ ഗ്രൂപ്പ് വ്യത്യസ്തമായിരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത് ഗ്ലൈസിനാണ്. അവിടെ ആർ ഗ്രൂപ്പ് H മാത്രമാണ്. വേറൊന്ന് അലാനേനാണ്. അവിടെ CH3 ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പാണ്. അടുത്തത് സെറിനാണ്. അവിടെ CH2OH ഗ്രൂപ്പാണ് ആർ ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഈ 3 എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നതാണ് ആർ ഗ്രൂപ്പ് will be different in different amino acids. അപ്പോൾ ആർ ഗ്രൂപ്പ് ആണ് വ്യത്യാസമായി നിൽക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. എല്ലാ അമിനോ ആസിഡിലും സെയിം ആണ്. ആർ ഗ്രൂപ്പിലായിരിക്കും വ്യത്യാസമായിരിക്കുക. ഈ ആർ ഗ്രൂപ്പ് ചിലപ്പോൾ വളരെ ലോങ് ചെയിനും ആവാം. അതിന് ചിലപ്പോൾ സൈഡ് ചെയിൻസ് ഒക്കെ വരാം. അപ്പം അങ്ങനെയൊക്കെ അത് കോംപ്ലിക്കേറ്റഡ് ആവാം. അങ്ങനെ ആർ ഗ്രൂപ്പ് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഇനി അമിനോ ആസിഡ് 3 തരത്തിലുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്.
മൂന്ന് തരത്തിൽ ബേസിക് അമിനോ ആസിഡ്, അസിഡിക് അമിനോ ആസിഡ് ആൻഡ് ന്യൂട്രൽ അമിനോ ആസിഡ്. മൂന്ന് തരം: ബേസിക് അമിനോ ആസിഡ്, അസിഡിക് അമിനോ ആസിഡ്, ന്യൂട്രൽ അമിനോ ആസിഡ്. ഓക്കെ, ബേസിക് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അമിനോ ആസിഡ്, നമ്മളിവിടെ നേരത്തെ കാണിച്ച ആ ഫോർമുല അനുസരിച്ചുള്ള അമിനോ ആസിഡ് ആണെങ്കിൽ ഇതാണല്ലോ ഫോർമുല നമ്മൾ കാണിച്ചത്, COOH എന്ന് വെച്ചിട്ട്. ഇത് ന്യൂട്രലാണ്, ഇത് ന്യൂട്രൽ അമിനോ ആസിഡ് ആണെന്ന് വിചാരിക്കുക. ന്യൂട്രൽ അമിനോ ആസിഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗ്ലൈസിൻ ഇവിടെ H ആണ് അല്ലേ, ഇത് ന്യൂട്രൽ അമിനോ ആസിഡ് ആണ്. എന്താണ് ന്യൂട്രൽ അമിനോ ആസിഡ് കാരണം? ഈ അമിനോ ഗ്രൂപ്പ് ഈസ് ബേസിക് ഇൻ നേച്ചർ. ഇവിടെ നമുക്കറിയാം ഒരു അമിനോ ആസിഡ് രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. വൺ ഈസ് ദ അമിനോ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് വൺ ഈസ് ദ കാർബോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതിൽ അമിനോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് എ ബേസിക് നേച്ചർ, ഇറ്റ് ഹാസ് basic properties, and carboxylic group has acidic property. അപ്പോൾ ഒരു ബേസിക് ഗ്രൂപ്പും ഒരു അസിഡിക് ഫങ്ഷണൽ ഗ്രൂപ്പും വരുന്നത് കൊണ്ട് നാച്ചുറലി അമിനോ ആസിഡ് ന്യൂട്രൽ. അപ്പോൾ എന്താണ് ന്യൂട്രൽ അമിനോ ആസിഡ് എന്നൊക്കെ മനസ്സിലായി. എന്താണ് ന്യൂട്രൽ അമിനോ ആസിഡ്? A neutral amino acid is an amino acid which contains equal number of amino group and carboxyl group. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ബേസിക് ഫങ്ഷണൽ ഗ്രൂപ്പ്സുകളും അസിഡിക് ഫങ്ഷണൽ ഗ്രൂപ്പുകളും ഒരേപോലെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ന്യൂട്രൽ അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നു. അതാണ് ന്യൂട്രൽ അമിനോ ആസിഡ്. അപ്പോൾ എന്തായിരിക്കും അസിഡിക് അമിനോ ആസിഡ്? എന്തായിരിക്കും അസിഡിക് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ കാർബോക്സിൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതൽ വരുന്നു, അല്ലെങ്കിൽ അസിഡിക് ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതൽ വരുമ്പോൾ എവിടെയാണ് എണ്ണം കൂടുതൽ വരിക? അത് സാധാരണ വരുമ്പോൾ ഇവിടെ ഒന്നാണുള്ളത്. ഇനി ഈ സൈഡ് ചെയിനിൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ R ഗ്രൂപ്പിൽ ചിലപ്പോൾ കാർബോക്സിൽ ഗ്രൂപ്പുകൾ ഉണ്ടാവാം. അപ്പോൾ അവയുടെ എണ്ണം വർദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ അതെന്തായി മാറുന്നു? അതൊരു അസിഡിക് അമിനോ ആസിഡായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ബേസിക് അമിനോ ആസിഡ് എന്താണ്? അമിനോ ഗ്രൂപ്പിന്റെ എണ്ണം കൂടിയാൽ അത് എവിടെയാണ് കൂടുക? ഒന്നിവിടെ ഉണ്ട്. അതുകൂടാതെ ഈ R ചെയിനിൽ അമിനോ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ അത് ബേസിക് അമിനോ ആസിഡായിട്ട് മാറും. അപ്പൊ അങ്ങനെ മൂന്ന് തരത്തിലുള്ള അമിനോ ആസിഡുകളാണ്: ബേസിക് അമിനോ ആസിഡ്, അസിഡിക് അമിനോ ആസിഡ് ആൻഡ് ന്യൂട്രൽ അമിനോ ആസിഡ്. ഓക്കെ, ഇനി this amino acid can exist in the form of an ion. അമിനോ ആസിഡിന് അയോണിക് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പോ ഓക്കെ, ഞാൻ ഈ NH ഗ്രൂപ്പിനെ ഞാനിങ്ങനെ HN എഴുതുകയാണ്. സെയിം ആണല്ലോ, NH2 എന്നിട്ട് പകരം ഞാനിങ്ങനെ HHN ഇങ്ങനെ എഴുതുകയാണ്. ഓക്കെ, ഇതാണ് ഒരു അമിനോ ആസിഡ്. ചിലപ്പോൾ ഈ അമിനോ ഗ്രൂപ്പിന് ഒരു ഹൈഡ്രജൻ ആറ്റത്തെ കൂടി സ്വീകരിക്കാൻ സാധിക്കും. ചിലപ്പോൾ സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് NH3 ആയിട്ട് മാറും. NH3 അങ്ങനെ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ കൂടി അത് സ്വീകരിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ ഇവിടെ ഇത് പോസിറ്റീവ് അയോൺ ആയിട്ട് മാറും. അപ്പൊ ഈ അമിനോ ആസിഡ് എന്തായിട്ട് മാറുന്നു? അതൊരു പോസിറ്റീവ് അയോൺ ആയിട്ട് മാറുകയാണ്. ഇനി ചില സമയത്ത് ഇത് NH2 ആയിട്ട് നിൽക്കുകയും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് ഈ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ വിട്ടുകൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു നെഗറ്റീവ് ചാർജ് അവിടെ വരും. ഇപ്പോൾ അതെന്തായി? ഇത് നെഗറ്റീവ് അയോണായിട്ട് മാറി. അപ്പോൾ ചില സമയത്ത് പോസിറ്റീവ് അയോണായിട്ട് നിൽക്കാനും അമിനോ ഗ്രൂപ്പ് ഹൈഡ്രജൻ ആറ്റത്തെ സ്വീകരിച്ച് പോസിറ്റീവ് അയോൺ ആകാനും, ചില സമയത്ത് കാർബോക്സിൽ ഗ്രൂപ്പ് ഹൈഡ്രജനെ വിട്ടുകൊടുത്ത് നെഗറ്റീവ് അയോണായിട്ട് മാറാനും സാധിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ പോസിറ്റീവ് അയോണായിട്ടും ചില സമയങ്ങളിൽ നെഗറ്റീവ് അയോണായിട്ട് ബിഹേവ് ചെയ്യാനും അവർക്ക് സാധിക്കും, അമിനോ ആസിഡിന് സാധിക്കും. ഓക്കെ, ഇനി അതിനു പുറമെ
ഒരേ സമയം പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണുമായിട്ട് പ്രവർത്തിക്കുവാനും അമിനോ ആസിഡിന് സാധിക്കും. അതായത് ഒരേ സമയം അമിനോ ഗ്രൂപ്പിന് ഒരു ഹൈഡ്രജൻ അയോണിനെ സ്വീകരിക്കാനും അങ്ങനെ NH3 ആയി ഈ എൻഡ് പോസിറ്റീവ് ആയി നിൽക്കാനും, ഇവിടെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പിന് ഒരു ഹൈഡ്രജൻ അയോണിനെ വിട്ടുകൊടുത്ത് നെഗറ്റീവ് അയോണായിട്ട് നിൽക്കാനും സാധിക്കും. അതായത് വൺ എൻഡ് ഓഫ് ദിസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു പൊളാരിറ്റി, കൃത്യമായ പൊളാരിറ്റി ആണ്. അതായത് വൺ എൻഡ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. or one end behaves like a positive ion and the other end behaves like a negative ion. ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ സ്വിറ്റർ അയോണിക് കണ്ടീഷൻ എന്ന് വിളിക്കുക. ഇപ്പോൾ ഈ അയോണിനെ നമ്മൾ പറയുക ഇത് പോസിറ്റീവ് അയോണോ നെഗറ്റീവ് അയോണോ അല്ല, ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുക സ്വിറ്റർ അയോൺ എന്നാണ് വിളിക്കുക. സ്വിറ്റർ അയോൺ, സ്വിറ്റർ അയോൺ എന്നാണ് നമ്മൾ ഇതിനെ പറയുക. സ്വിറ്റർ അയോണിക് കണ്ടീഷൻ എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇറ്റ്സ് അബൌട്ട് അമിനോ ആസിഡ്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മറ്റ് മോളിക്യൂൾസിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.